ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് ബയോളജിയിലെ മലയാളം മീഡിയം ഫസ്റ്റ് ചാപ്റ്ററിലെ മൂന്നാമത്തെ ക്ലാസ്സാണ്. നമുക്ക് ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി DNA സ്ട്രക്ചറും നമ്മൾ ശരീരത്തിലെ DNA കോമ്പോസിഷൻ എങ്ങനെയൊക്കെയാണ് ഇത് നമ്മളെ ശരീരത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കുന്നത് വ്യത്യസ്തമായ ജനിതക ഘടനകളെക്കുറിച്ചാണ്. അതായത് നമുക്ക് നോർമലി 44XX എന്നുണ്ടെങ്കിൽ ഫീമെയിലും 44XY എന്ന് വന്നാൽ മെയിലും എന്നുള്ള കാറ്റഗറിയാണ് നോർമലി ഉണ്ടാവുന്നത്. പക്ഷേ ഇതൊക്കെ ജനിതകപരമായ കാര്യങ്ങളായതുകൊണ്ട് തന്നെ ചെറിയ മാറ്റങ്ങൾ ഇതിൽ വ്യത്യാസം വരുത്തിയേക്കാം. ആ വ്യത്യാസങ്ങൾ വരുത്തുന്ന അവസ്ഥയെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. 44+XX, 44+YY എന്നിവ സാധാരണ ജനിതക ഘടനകളാണെങ്കിലും മനുഷ്യരിൽ അനേകം വ്യത്യസ്തമായ ജനിതക ഘടനകൾ കാണപ്പെടുന്നുണ്ട്. ഈ വ്യത്യസ്ത ജനിതക ഘടനകൾ വ്യക്തമായി ശാരീരികവും മാനസികവുമായ വികാസത്തെ സ്വാധീനിക്കുന്നു. ലിംഗനിർണയം ഒരു സങ്കീർണമായ പ്രക്രിയയാണ്. ഇത് ജനിതക ഘടനകളെ മാത്രമല്ല മറ്റ് ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. ഇതിൽ നമുക്ക് 4 കണ്ടീഷൻസാണ് പഠിക്കാനുള്ളത്, 4 അവസ്ഥകളാണ് പഠിക്കാനുള്ളത്. ഒന്ന് 44+XO, അതായത് ഒന്നുകിൽ ഇവിടെ ഒരു X ആയിരിക്കാം ഓർ ഒരു Y ആയിരിക്കാം. XX വന്നിരുന്നെങ്കിൽ ഇതൊരു സ്ത്രീ ആയേനെ, XY വന്നിരുന്നെങ്കിൽ ഇതൊരു പുരുഷനായേനെ. പക്ഷെ അവിടെ XO അവിടെ ഒന്നും കാണുന്നില്ല. ഒരു X ക്രോമസോം മാത്രമുള്ള സ്ത്രീകൾ, ഇവർ ടർണർ സിൻഡ്രോം എന്ന അവസ്ഥയുള്ളവയാണ്. ഇത് സ്ത്രീകളിൽ വരുന്നൊരവസ്ഥയാണ്. നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീകളെയും ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ പുരുഷന്മാരെയുമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സ്ത്രീകളിൽ വരുന്ന അവസ്ഥയാണ്. ഇവിടെ പുരുഷന്മാർക്കുള്ള ചാൻസ് ഇല്ല. ഇവിടെ സ്ത്രീകളിൽ വരുന്ന അവസ്ഥയാണ്. സ്ത്രീകളിൽ ഒരു X ക്രോമസോം മിസ്സായി പോവാം. അവർക്ക് എന്ത് ചെയ്യും? ടർണർ സിൻഡ്രോം ഉണ്ടെന്നാണ് പറയാം. ഇനി 44+XX, അതായത് ഒരു ക്രോമസോം അധികം വരുന്ന സമയത്ത് ഇതും സ്ത്രീകളിൽ കാണപ്പെടുന്നത് തന്നെയാണ്. ഇവർ XX സിൻഡ്രോം എന്ന അവസ്ഥയിലുള്ളവരാണ്. ഇനി 44+XXY, അതായത് XX ആണ് വേണ്ടത്. ഇത് പുരുഷന്മാരിൽ കാണപ്പെടുന്ന ഒരു അസുഖമാണ് ക്ലിൻഫെൽറ്റർ സിൻഡ്രോം. ഇത് 2 X ക്രോമസോമുകളും ഒരു Y ക്രോമസോമും ഉള്ള പുരുഷന്മാരാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഒരു X ക്രോമസോം അവർക്ക് കൂടുതലുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ ഒരു സ്ത്രൈണത അവരിൽ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇനി വരുന്നതാണ് 44+XYY. ഇതും പുരുഷന്മാരിൽ കാണപ്പെടുന്നതാണ്. അപ്പോൾ 2 സ്ത്രീകളിൽ കാണപ്പെടുന്ന അവസ്ഥകളും 2 പുരുഷന്മാരിൽ കാണപ്പെടുന്ന അവസ്ഥകളുമാണ് ഇവിടെ നമ്മൾ നോക്കിയത്. ഒരു X ക്രോമസോമും 2 Y ക്രോമസോമും ഉള്ള പുരുഷന്മാരാണ്. ഇവർ XYY സിൻഡ്രോം എന്നുള്ള അവസ്ഥയുള്ളവരാണ്. അപ്പോൾ 4 കണ്ടീഷൻസ് നമ്മൾ പഠിച്ചു. ഇത് രണ്ടും സ്ത്രീകളിൽ വരുന്നതാണെങ്കിൽ ഇത് രണ്ടും എന്താണ്? പുരുഷന്മാരിൽ വരുന്നതാണ്. മുകളിൽ സൂചിപ്പിച്ച ജനിതക ഘടനകളുള്ള വ്യത്യാസങ്ങളിൽ ലിംഗനിർണയം സങ്കീർണമായിരിക്കും. ഉദാഹരണത്തിന് ടർണർ സിൻഡ്രോം ഉള്ള സ്ത്രീകൾക്ക് സ്ത്രീ ലൈംഗിക അവയവങ്ങൾ ഉണ്ടാവാം, എന്നാൽ അവരിൽ കൗമാരാരംഭത്തിൽ സ്ത്രീ ലൈംഗിക ലക്ഷണങ്ങൾ വികസിക്കില്ല. അതായത് സ്ത്രീകളുടേതിൽ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ അവർക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. എന്നാൽ ക്ലിൻഫെൽറ്റർ സിൻഡ്രോമുള്ള പുരുഷന്മാരുടെ അവസ്ഥ എന്താണ്? പുരുഷ ലൈംഗിക അവയവങ്ങൾ ഉണ്ടാവും, എന്നാൽ അവർ സ്ത്രീ ലിംഗ ലക്ഷണങ്ങളും കാണിക്കും. കാരണം എന്താ? അവർക്ക് ഒരു X ക്രോമസോം അധികം വരുന്നുണ്ട്. അപ്പോൾ സ്ത്രൈണത അവർ കാണിക്കും. അപ്പോൾ നമ്മുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് ജീനുകളാണ് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ജീനുകൾ എവിടെയാണ് കാണപ്പെടുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക്